ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കോളേജ് സ്റ്റുഡൻറ് ക്യാരക്ടർ ഇത്ര കാലത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ ലഭിച്ചു. സോ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ബട്ട് അതിനേക്കാളും ഓൺ എ സീരിയസ് നോട്ട് ഇറ്റ്സ് എ വെരി ഇൻസ്പിറേഷണൽ ക്യാരക്ടർ എന്ന് ഞാൻ പറയും. സത്യത്തിൽ ഇപ്പൊ നോർമലി ഇപ്പം ഇവരൊക്കെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയ സ്ഥിതിക്ക് ഞാൻ സീനിയർ ആക്ടറായിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോ നോർമലി ഞാൻ ഈ ക്യാമ്പസിലെ ക്യാരക്ടറായിട്ടായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ച് വിചാരിക്കുക. ഒരിക്കലും അല്ല. ഈ സിനിമയിൽ എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്. അഞ്ജലിയാണ് എൻ്റെ ഭാര്യ. மீனா மேடமோட இவ்வளோ நேரம் பேசுனதெல்லாம் கேட்டிருந்தீங்கன்னா ஷான் ரஹ்மான் அவரோட மியூசிக் மாதிரியே இருந்திருக்கும். மெலோடியஸ், such a amazing voice she has. ഇത് ഒരു ക്യാമ്പസ് മൂവി മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പസിൽ നമുക്ക് എല്ലാ ഒരു വ്യക്തിക്ക് 3 ലൈഫ് ഉണ്ടാവുമല്ലോ. നമ്മള് വർക്കിംഗ് പ്ലേസിൽ അവിടെ ആയിരിക്കും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത്. വർക്കിംഗ് പ്ലേസ്, പിന്നെ വീട്ടിലെ ഒരു ലൈഫ്, പിന്നെ സമൂഹത്തിലെ ലൈഫ്. അപ്പൊ അങ്ങനെ ഒരു 3 ലൈഫും ഉണ്ട്. ഇതില് മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന മീന മാഡം ഒരു ആഫ്റ്റർ 20 ഇയേഴ്സ് ലോ കോളേജിലേക്ക് വന്നിട്ട് ലോ കോളേജിലെ ലോ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അപ്പൊ അവരുടെ ലൈഫില് പിന്നെ ക്യാമ്പസിലുള്ള ലൈഫ്, അതുപോലെ തന്നെ വീട്ടിലെ ലൈഫ്, അതുപോലെ സമൂഹത്തില് അവര് ചെയ്യുന്ന സമൂഹത്തിലെ ലൈഫ്, അങ്ങനെ നോക്കുമ്പോ കോളേജ് സ്റ്റുഡൻസിനെയും പിന്നെ ഫാമിലി ഓഡിയൻസിനെയും അതുപോലെ തന്നെ സമൂഹത്തില് അവര് ചെയ്യാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ സമൂഹത്തില് നമ്മള് ഈ ഫിലിമില് 1-2 സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതില് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി അവരുടെ പ്രയത്നം അതും നമ്മൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ, അത് വെദർ ഇറ്റ് ഈസ് കോളേജ് സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ്, മിഡിൽ ഏജ്ഡ് പേഴ്സൺ ഓർ ഓൾഡ് പേഴ്സൺ, എല്ലാവർക്കും അട്രാക്ട് ചെയ്യുന്ന നല്ല ഫിലിമാണ്. അനന്തപുരം ഡയറീസില് എൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കോളേജ് സ്റ്റുഡൻറ് ക്യാരക്ടർ ഇത്ര കാലത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ ലഭിച്ചു. സോ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ബട്ട് അതിനേക്കാളും ഓൺ എ സീരിയസ് നോട്ട് ഇറ്റ്സ് എ വെരി ഇൻസ്പിറേഷണൽ ക്യാരക്ടർ എന്ന് ഞാൻ പറയും. ഇറ്റ്സ് ഗോട്ട് ലോട്ട് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ കുറേ ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ഒരു വിമൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റും എന്ന ഒരു ക്വൈറ്റ് ഇൻസ്പയറിങ് ക്യാരക്ടറാണത്. ബിക്കോസ് ഈ സിനിമ സ്റ്റാർട്ട് ആയ ശേഷം എനിക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ആൾക്കാർ ചില പേര് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ അവരുടെ ആഫ്റ്റർ ദ മാരേജ് ദെയർ ലൈഫ് അങ്ങനെ ഒരു വേറൊരു it goes off to a different side and അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അവരുടെ ഫാമിലി ലൈഫിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ, അവരുടെ ഡ്രീംസ് അവർക്ക് എന്താണ്, അവരുടെ കുറേ ആഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റാതെ they go off to a different side and different league and they can't come back, they can't do what they want. പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ആൻഡ് വെരി സ്ട്രോങ് ക്യാരക്ടർ. ഒരു വക്കീലായിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വെരി സ്ട്രോങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ സ്ട്രോങ് ക്യാരക്ടർ. ഞാൻ ഇതുവരെ മലയാളത്തിൽ ചെയ്ത കുറേ സിനിമയിൽ ചെയ്ത ക്യാരക്ടറിനെക്കാളും ഇത് വളരെ കോൺട്രാസ്റ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ദൃശ്യം ആൻഡ് ബ്രോഡാഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം വളരെ ഒരു പേടിച്ച് റാണിയായിട്ട് വന്ന ഒരു ക്യാരക്ടറും, അല്ലെങ്കിൽ ബ്രോഡാഡി ഇറ്റ്സ് ലൈക്ക് വെരി കോമഡി, ഫുൾ ഓഫ് ഹ്യൂമർ ആൻഡ് ലാഫ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് this would be a complete contrast character. ഇതിൽ പക്ഷേ എല്ലാം ഉണ്ട്. I'm not saying it's completely very serious എന്ന് പറയാൻ പറ്റില്ല, but it's got everything. It's got sentiments, it's got campus romance and friendships and humor. എല്ലാം കോളേജ് ഇപ്പോൾ വയനാട്ടിൽ കോളേജിൽ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തിരുന്നു. ആ കോളേജിൽ തന്നെ when you go to that college it gave a very good vibe, കോളേജിൻ്റെ വൈബും അതിൻ്റെ I always wanted to go to a college. ഞാൻ ശരിക്കും കോളേജ് കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഇല്ല, സ്കൂളിൽ തന്നെ ഞാൻ
complete. So അതുകൊണ്ട് കോളേജൊക്കെ I never been to college. So this was a very, very beautiful experience for me personally also, and going to the classrooms, the corridors, the cafeteria, it was so nice. And the school days of orma vannu, it was quite nostalgic for me, and very beautiful working experience as well as beautiful character. So I really enjoyed doing Anandapuram Diaries, and March 1 release ആവുന്നുണ്ട്. So, and personally, after a long time, any kind of theatrical release, because Drishyam 2 or Bro Daddy, ellam OTT lana release aayadu. After I think Mundri Valligal, aa cinema aanu last aayittu vanna oru theatrical release. I think that's the last theatrical release. Adinte shesham after a very long time oru theatrical release varununde ende cinema. So I'm very excited about this. And എല്ലാവർക്കും ഇത് ഡെഫിനറ്റ്ലി ഇത് വളരെ നല്ല ഒരു സിനിമ ആയിട്ട് വരും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ട്. மீனா மேடமோட இவ்வளோ நேரம் பேசுனதெல்லாம் கேட்டிருந்தீங்கன்னா ஷான் ரஹ்மான் அவரோட மியூசிக் மாதிரியே இருந்திருக்கும். மெலோடியஸாக, such a amazing voice she has. அதாவது 40 years கம்ப்ளீட் பண்ணியிருக்காங்கன்னு பார்க்கும்போது wow, it's a great achievement. Once again we all like to wholeheartedly congratulate you, and you are a wonderful treasure for this industry, and please continue the same thing, and it's an honor actually working with you. நான் எப்பயுமே அவங்கள ஷூட்டிங் ஸ்பாட்டில் சீனியர்னு கலாய்ப்பேன். Wonderful talent, and see, when you work with talented people you feel so nice. And college, yeah, thank you so much sir. எங்களை மாதிரி டீனேஜர்ஸ்லாம் வச்சு ஆனால் இடையில கெஸ்ட் லெக்சரர் நினைச்ச போதும் ரொம்ப கஷ்டமா இருந்துச்சு. நெக்ஸ்ட் டைம் காலேஜ் ஸ்டூடெண்ட்லாம் ட்ரை பண்ணுங்க. மீசை தாடிலாம் எடுத்துட்டு ஓடி வந்துடுறோம் நாங்களாம். நாங்கள் மீன மேடம் எல்லாரும் ஓடி வந்துடுறோம். Yeah, I like that. See, காமன் மேனோட ஒரே ட்ரீம் என்ன அப்படின்னா நியாயம் கிடைக்கணுன்றதுக்காக தான். எல்லாரும் வந்து எதிர்பார்க்கறது that law prevails and truth prevails and justice is delivered to the common man. So இதுதான் பெரிய நம்பிக்கை. And we all hope that it always happens. The law is a very powerful aspect. So அதுக்கு வந்து எந்த விதமான வேறுபாடு இருக்காதுன்றது தான் ஒரு நம்பிக்கை. So இதை சுற்றி தான் இந்த படம். And what is the responsibility of a common man, and what are the things which can be done towards law. But அதுக்காக இது வந்து எல்லாரும் ஒரு கேம்பஸ் நினைக்க வேண்டாம், because there are a lot of other aspects. There are wonderful talents here, and there is love, there is so much of drama, there are human emotions நிறையா இருக்கு, and the music plays a vital aspect in this. சார் சொன்னார் இதெல்லாம் ப்ரோக்ராம் முடிஞ்ச பிறகு 2-3 ஸ்டெப்ஸ்லாம் இருக்கும். நல்ல வேலை யாராவது டாக்டர்ஸ் இருந்தாலும் சர்ஜரி அப்படின்னா 2-3 சர்ஜரி கூட பண்ணி காமிச்சிருப்பாரு நீங்கள். அதாவது நீல் சார் வந்து சசி சார் வந்து இது அவரோட கதை. இட்ஸ் இஸ் ட்ரீம் ஸ்கிரிப்ட், அண்ட் ஐ அப்ரிஷியேட் த ஃபேக்ட் தட் ஹி வாண்டட் டு டூ சம்திங் டு த சொசைட்டி, கிவ் இட் பேக் டு த சொசைட்டி as a responsible person, and through cinema. ஏன்னா சினிமாவோட இம்பார்ட்டன்ஸ் அவர் புரிஞ்சுக்கிட்டது இதுக்கு மூலியமாக பண்ணணும்னு நினைச்சாரு. அண்ட் ராஜ் சார் வந்து எங்கள் டைரக்டர் வந்து ரொம்ப அழகாக அதை வந்து திரைக்கதையாக்கி இது கொடுத்துருக்காரு. அண்ட் ஃபார் மீ இட் வாஸ் மோர் லைக் கோயிங் டு ஷூட் அண்ட் வாட்சிங் ஒரு பிக்னிக் மாதிரி. அதுக்காக என்ன ஷூட்டிங் பண்ணலாம்னு நினைக்காதீங்க. ஷூட்டிங் எல்லாம் we did very nicely. The aspect is there were so many artists, and all these young talented ones, everybody were so energetic, and it used to be so lively. அவங்களுக்குள்ள அந்த பாண்டிங் இதெல்லாம் பார்க்கும்போது it motivates you, and I really respect the aspect that Malayalam films deliver such quality content. See, சார் இந்த சினிமாவில் வந்து ஒரு சேச்சுரேஷன் பாயிண்ட் இருக்கு. இந்த இடத்துல ஒரு ஃபைட் இருக்கணும், இந்த இடத்துல ஒரு சாங் இருக்கணும், இந்த இடத்துல ஒரு டபுள் மீனிங், இந்த இடத்துல குத்துப்பாட்டு. அது சம்டைம்ஸ் கிளீஷியாக ஃபீல் ஆகுது. இதெல்லாம் தாண்டி கண்டென்ட் ட்ரிவன் ஸ்கிரிப்ட்ஸ் பார்க்கும்போது யூ ஸ்டார்ட் ரெஸ்பெக்டிங் த கிராஃப்ட் மோர், அண்ட் ஐ சி தட் aspect of content driven scripts coming out from Malayalam, and it's so nice to be part of this wonderful industry. And this year I had the opportunity to have my first release
actually 2024, the first release is going to be with Anandapuram Diaries, and that is thanks to this wonderful team. Thanks a lot, sir. எங்களை பொறுத்த வரைக்கும் அன்னதாதா சுகி பவா, எங்களுக்கு சோறு போட்டது நீங்க தான். ஸோ இந்த அதாவது ஒரு என்ன சொல்ற ஒரு பயணத்தை தொடங்கி வச்சிருக்கீங்க. ஸோ தட் gives us a lot of motivation. ബ്രഹ്മയുഗ ആവട്ടെ, ഈ പറഞ്ഞ പോലെ പ്രേമലു, ഇപ്പം മഞ്ഞുമൽ ബോയ്സ്, അപ്പോൾ തിയേറ്ററിലേക്ക് ആൾ വരുന്നൊരു കൾച്ചർ ഭയങ്കര രസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നല്ല ടൈമാണ് ആക്ച്വലി. ഈ അനന്തപുരം ഡയറീസും നമുക്ക് ഇതേപോലെ തിയേറ്ററിലേക്ക് ആൾക്കാർ വന്ന് നന്നായി തന്നെ ഈ സിനിമയെ ഓടണമെന്ന് ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് സാർ, ഈ പറഞ്ഞ പോലെ മീന മാഡം, ഈ കൂട്ടിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ? അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അത് മാക്സിമം നന്നായിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഞങ്ങൾ എത്രമാത്രം അല്ലേ ഞങ്ങളുടെ സ്വപ്നം ഒരു സാഫല്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. 10 വർഷമായി റേഡിയോ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട്, RJ ആയി, ആ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള തരത്തിലുള്ള ഒരു ശ്രമമാണ് സിനിമ. ഇതിന്റെ 2ാമത്തെ സിനിമയാണ്, തിയേറ്ററിൽ റിലീസ് ആകുന്ന ആദ്യത്തെ ചിത്രമാണ്. 2024 സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം കുറെ നല്ല സിനിമകൾ അല്ലേ. അപ്പൊ അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു സിനിമ കൂടി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും മാർച്ച് 1 തിയേറ്ററിലെത്തി സിനിമ കാണണം. ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഞാൻ ഇതുവരെ ശ്രീകാന്ത് സാറിനോടും മീന മാമിനോടും സംസാരിച്ചിട്ടില്ല. മാം, സർ, ഐ എം സഞ്ജന. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവുന്ന ഒരു മൂവി എന്റെ അമ്പിളി എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതില് ഹീറോയിന്റെ ചൈൽഡ്ഹുഡ് ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 16 മൂവീസ് ഞാൻ ചെയ്തു. അപ്പൊ ഇത്രയും ഞാൻ തേസ്റ്റാനി പഠിക്കുമ്പോഴാണ് എന്റെ ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്നത്. സോ ഇത്രയും ഇയർ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ ഒരു റോള് ചെയ്യാൻ പറ്റിയത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ താങ്ക് യു ജോസർ ആൻഡ് വിനോദേട്ടനാണ് എന്നെ ഈ മൂവിയിലേക്ക് എന്നെ സാറിനോട് പറഞ്ഞത്. ആൻഡ് ശശി സാർ, താങ്ക് യു ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ റോള് എങ്ങനെ ചെയ്തിരിക്കുന്നതെന്നൊന്ന് തിയേറ്ററിൽ വന്ന് കാണാനായിട്ട്. അപ്പൊ എനിക്കാണെങ്കിലും ഷൂട്ടിങ്ങിന്റെ ടൈമിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മുടെ നസീർ അണ്ണനാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ആ റോളിനൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് വന്നത് എന്നുള്ളത്. സോ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല, ഞാനും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു റോൾ എനിക്ക് കിട്ടുമെന്നുള്ളത്. സോ ആദ്യമാണെങ്കിലും സാർ ഇങ്ങനെ ഒരു പറഞ്ഞ സമയത്ത് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു റോള് ചെയ്തിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പൊ എല്ലാരും പോലെ തന്നെ ഞാനും കുറെ കാലം ചെറുപ്പം മുതലേ സാറ് പറഞ്ഞ പോലെ ഡാൻസ്, മോഡലിംഗ് ഇതൊക്കെ ഓരോ ഫേസസ് ഓഫ് ലൈഫ് പോലെ കണ്ടിട്ട് എന്നും മനസ്സിലൊരു എന്താ പറയാ ഒരു ആക്ട്രസ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഡാൻസും മോഡലിംഗും ഒക്കെ ഓരോ ഫേസായി കണ്ട് വന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റും ഇത്രയും എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തപ്പം എവറി ഡേ വാസ് എ ലേണിംഗ് ലെസൺ. ഇപ്പൊ എനിക്ക് മീന മാമിന്റെ കൂടെയായാലും ശ്രീകാന്ത് സാറിന്റെ കൂടെയായാലും ഒക്കെ ഷോർട്സ് ഉണ്ടായിരുന്നു. അപ്പം അവര് ഓരോരുത്തരും ഓരോ സീൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റി. ജാഫർ ഇടുക്കി സർ, ജാഫർക്കൊക്കെ ഇത്ര വേഴ്സറ്റൈൽ ആക്ടേഴ്സ് ആണെന്നുള്ളതൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ട് അവർ ചെയ്യുമ്പം എനിക്ക് ഡെയിലി ഞാൻ ഓരോരോ ലെസൺസ് പഠിച്ച് ഇറ്റ് വാസ് ലൈക്ക് എ സ്കൂൾ ഫോർ മീ. ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത പോലെ തന്നെയായിരുന്നു. ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ സാറായി ശശി സാറും ജോസ് സർ, സജിത് ഏട്ടൻ, നമ്മൾ ഇപ്പം സാർ പറഞ്ഞൊരു കോളേജ് മൂടായിരുന്നു. അത് നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾ മാത്രമേ എല്ലാവരും ഈ ജോസ് സാറും ശശി സാറും സജിതേട്ടനും ശ്രീകാന്ത് സാർ മീനും എല്ലാവരും ഒരു കോളേജ് വൈബ് ആയിരുന്നു. ലൈക്ക് എല്ലാവരും ആ ഒരു മൂഡിലിരുന്ന് ഈ മൂവി നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ് കോളേജിൽ പോയി തിരിച്ച് വരുന്നൊരു ഫീൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുക, ഡ്രസ്സ് മാറാം, കോളേജിൽ പോവാം, പഠിച്ചിട്ട് വരാം, ആ ഒരു മൂഡായിരുന്നു. അപ്പം നല്ലോണം എൻജോയ് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവത്തിനോട് നന്ദി പറയുന്നു, എൻ്റെ പേരൻസിനോട് നന്ദി പറയുന്നു. ബിക്കോസ് അവര് ഡ്രീം ചെയ്തൊരു കാര്യമാണ്. എന്നെക്കാളും കൂടുതൽ സ്വപ്നം കണ്ട കാര്യമായിരുന്നു മമ്മി ഉണ്ടാക്കിയത്. അപ്പം അത് സാധിച്ചതിൽ എനിക്ക് ഈ ടീമിനോട് എന്നും നന്ദി ഉണ്ടാവും. സത്യത്തില് ഇപ്പൊ നോർമലി ഇപ്പൊ ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് ആയ സ്ഥിതിക്ക് ഞാൻ സീനിയർ ആക്ടറായിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോ ചിലപ്പോ നോർമലി ഞാൻ ഈ ക്യാമ്പസിലെ ക്യാരക്ടറായിട്ടായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ച് വിചാരിക്കും. ഒരിക്കലും അല്ല. ഈ സിനിമയിൽ എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്, അഞ്ജലിയാണ് എന്റെ ഭാര്യ. പിന്നെ
അപ്പൊ അങ്ങനെ മൊത്തത്തില് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒന്ന് സിനിമകളിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാൻ വളരെ എന്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രം വർക്ക് ചെയ്ത് അങ്ങനെ നിന്ന ഒരാളാണ്. അപ്പൊ അവിടുന്ന് സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഓൾറെഡി മെച്യൂരിറ്റി ഇല്ലാത്ത ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ട് ഒരാളാണ് ഞാൻ. അപ്പൊ തന്നെ എനിക്കൊരു തന്നെ സാർ ഞങ്ങൾ ആദ്യമായിട്ട് സാറിന് എന്നായിട്ടോ കാണുന്നത്, ചേച്ചിയായിട്ട് അഭിനയിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കൊരു ഭാര്യ, പിന്നെ വളരെ ഇതായിട്ട് അത് രണ്ടെണ്ണം അടിച്ചിട്ട് വരുന്ന ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ എന്നെ കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ വിശ്വസിച്ച് എന്താണ് സാറിനിൽ കണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ കുഴപ്പമില്ലാതെ ചെയ്താണല്ലോ സാർ. അപ്പൊ അത് എനിക്ക് വലിയ സന്തോഷം തോന്നി, അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ഈ സിനിമയിൽ എനിക്ക് തരുമ്പോ. പിന്നെ ഈ സിനിമയിലുള്ള സീനിയർ ആൾക്കാർ മുതൽ ഏറ്റവും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ പുതിയ ആൾക്കാരായ ഞങ്ങൾ ഉൾപ്പെടെ ഇതിൽ അഭിനയിച്ച സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് വന്ന ഏതൊരു ആർട്ടിസ്റ്റും നന്നായിട്ട് ഈ പടത്തിൽ എന്തെങ്കിലും അവരുടെ ഒരു നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും മുന്നിൽ പറയേണ്ട ആൾക്കാർ രണ്ടുപേരും, ഒന്ന് ജോസാറും ഡയറക്ടർ സാറും നമ്മുടെ പ്രൊഡ്യൂസർ ശശി സാറുമാണ്. കാര്യം അത് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം എന്തുമാത്രം കൂളായിട്ടാണ് ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റിനെ അഭിനയിപ്പിക്കുന്നത് എന്നുള്ളത്. കാര്യം ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷനിൽ. അപ്പൊ നമ്മുടെ ഒരു സീന് കോർട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീന മാം എന്നെ ഇത് ചെയ്യുന്ന സീൻ. അപ്പൊ ഞാൻ അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പൊ മീന മാം നിൽക്കുന്നതിന്റെ തൊട്ട് പുറകില് ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒരു ചേച്ചി നിൽപ്പുണ്ട്, ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പൊ ആ ചേട്ടന്റെ മുടി ഇങ്ങനെ ജസ്റ്റ് പൊങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഈ ക്ലോസ് വയ്ക്കുമ്പോ സൈഡില് ആ പുള്ളിയുടെ മുടി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പൊ മോണിറ്ററിലാണ് ജോസാൻ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ പുള്ളിയുടെ മുടി ചെറുതായിട്ട് പൊങ്ങിയിരിക്കുക. നോർമലി ഒരു ഡയറക്ടറിന് അവിടെ ഇരുന്നിട്ട് അതെ ആ മേക്കപ്പിൽ ആരെങ്കിലും വന്ന പുറകിലേക്ക് ആളുടെ മുടി ഒന്ന് ശരിയായി കൊടുക്കണേ, ഇത്രയും പറഞ്ഞാൽ മതി, അവിടെ തീരും. സാർ അവിടെ നിന്ന് എണീറ്റ് 50 മീറ്റർ നടന്ന് അവിടെ ചെന്ന് അതെ മേക്കപ്പിൽ അസിസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടോ, അപ്പം സാർ ഞാൻ വിളിച്ച് മാറ്റി അപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് അതെ ആ മീന മാമിന്റെ പുറകിൽ നിൽക്കുന്ന ആളിന്റെ മുടി കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്, അതൊന്ന് കോതി ശരിയാക്കാവും. അപ്പൊ അവൻ കണ്ണ് നിറഞ്ഞിട്ട് ഇപ്പൊ ശരിയാക്കാം. എന്നിട്ട് ഇവൻ നേരെ അങ്ങ് പോയി. ഇത് എന്റെ കുറെ കഴിഞ്ഞു ഇവൻ എന്റെ അടുത്ത് ടച്ച് ചെയ്യാൻ മനസ്സിലാക്കി, അണ്ണാ എനിക്കൊന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം. എന്തിട്ടാ ഞാൻ ഇതിനു മുമ്പ് ആ സിനിമയുടെ പേര് പറയുന്നില്ല, വളരെ ഹിറ്റായിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് ആ സിനിമയിലായിരുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വെറുതെ നിന്നാലും ജോലി എടുത്താലും ഡയറക്ടറും മൈക്കിലൂടെ എന്നെ തെറി വിളിക്കണം. ഇവിടെ വന്നപ്പോ ആ സാറ് എന്റെ അച്ഛൻ പോലും എന്റെ അടുത്ത് ഇത്ര സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ല. അത് ഞാൻ പറയാൻ ഇത് ചെറിയൊരു തമാശയാണ്. പക്ഷെ ഇതേ ആറ്റിറ്റ്യൂഡാണ് സാർ ആർട്ടിസ്റ്റുകളും കാണിക്കുന്നത്. അപ്പൊ നമ്മളൊരു സാധനം ചെയ്തിട്ട് നമുക്ക് സാറിന് വേണ്ട സാധനം എന്താണ് സാറിന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ചിലപ്പോ സംസാരിച്ച് വരുമ്പോൾ ആ മാറ്ററിൽ നിന്ന് കൈവിട്ടു പോവോ, അല്ലെങ്കിൽ മോഡുലേഷൻ ചേഞ്ച് ആവുകയോ അല്ലെങ്കിൽ ആ മൂഡ് ചേഞ്ച് ആയൊക്കെ നമ്മൾ പറയും, എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരായതുകൊണ്ട്. സാർ ഇതുപോലെ എണീറ്റ് വരും, അഖിലേ നമുക്ക് അവിടെ അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞ് അത് സാറിന് മൈക്കിലൂടെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് മൈക്കിലൂടെ പറയുമ്പോൾ എല്ലാവരും കേൾക്കില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ ആൾക്കാരെ നമുക്ക് എല്ലാവരും നിൽക്കുക അഖിൽ അങ്ങനെയല്ല കേട്ടോ, അതിങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് സാറ് വന്ന് അടുത്ത് നിന്ന് പറയും. അത് ഇവിടെ ഇതിൽ അഭിനയിച്ച ഓരോ പുതിയ ആർട്ടിസ്റ്റുകൾക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ സാറിനെ ആണെങ്കിലും സാറ് രാവിലെ വന്നു കഴിഞ്ഞാൽ സാറിന് ഒരു ആവശ്യമില്ല, സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ആ ലൊക്കേഷനിലുണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും സാർ വന്നിട്ട് അഖിൽ കഴിച്ചോ, അഖിൽ എങ്ങനെയുണ്ട്, ഇന്നലെ താമസം എങ്ങനെയുണ്ടായിരുന്നു അഖിൽ, ഓക്കെ ഇല്ലേ, ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നോ അതോ ഇവിടെ, ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ എത്തി സാർ, ഓക്കെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ പോലും സാറ് നമ്മളെ കുറിച്ച് തിരക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പറന്നു വരണം, കാര്യം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആൾക്കാരല്ല. സാർ എങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ഓൾറെഡി ഈ ലൊക്കേഷനിൽ അഭിനയിച്ച ഓരോ ആൾക്കാർക്കും അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്, എന്നെ പോലുള്ള നമ്മളിപ്പോൾ പുതിയ ആൾക്കാർക്ക്. അപ്പൊ അതിന് ഞങ്ങളെ ഇത്രയും കംഫർട്ട് സോണിൽ നിർത്തി അഭിനയിപ്പിച്ചതിന് ഇവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഒപ്പം ക്രൂ മെമ്പേഴ്സ്, സജിത്തേട്ടൻ എന്റെ ആദ്യത്തെ സിനിമയിൽ പരിചയപ്പെട്ടതാണ്. സജിത്തേട്ടനെ ഒരു 8-9 വർഷമാവില്ല സജിത്തേട്ടൻ. അപ്പൊ ഈ ആദ്യത്തെ സിനിമ 8-9 വർഷമായിരുന്നു. എന്റെ പ്രായമൊക്കെ ഒരു മനസ്സിലാക്കും. അപ്പോ അങ്ങനെ പരിചയപ്പെട്ടാണ് സജിത്തേട്ടൻ. അപ്പൊ അങ്ങനെ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ പരിചയമുള്ള ഒരുപാട് പേരും, ഒരാളുടെയും പേരെടുത്ത് പറയുന്നത് എല്ലാവരും ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലെ നമ്മളെ സ്നേഹിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ. ഒപ്പം ആ ലൊക്കേഷന് വലിയൊരു ഗുണമുണ്ട്. കാര്യം വയനാടാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, മഴയുണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ലൊക്കേഷൻ ആയതുകൊണ്ടാണ് കൂടെ അഭിനയിച്ചവരും എല്ലാവരുമായിട്ട്. പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞതിന് ശേഷം ഞാനും സൂരജും തമ്മിൽ ഒരുപാട് TV ഷോസ് പല ചാനലുകളിൽ നിന്നും വിളി വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും
എനിക്ക് ഒരുമിച്ച് ഒരു TV ഷോ ചെയ്യാനുള്ള ഒരു ഇത് നടന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും കംഫർട്ടായിട്ടും ഇഷ്ടമുള്ള ഒരു ഷോയിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല ഷോ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിരുന്നുണ്ട്. പക്ഷെ ദൈവം ഞങ്ങളെ സ്ക്രീനിൽ ഒരുമിപ്പിച്ചത് ഈ സിനിമയിലാണ്. இந்த பிப்ரவரி 22 ரோஜா கூட்டம் ரிலீஸ் ஆச்சு. 22 வருஷம் ஆச்சு எனக்கு இந்த இண்டஸ்ட்ரிக்கு வந்து. ஸோ இட்ஸ் அ வண்டர்ஃபுல் இயர் அண்ட் ஃபாண்ட் மெமரிஸ். இந்த பயணம் டைம் போனதே தெரியல. ஸோ என்னை பொறுத்த வரைக்கும் இந்த ஆடியன்ஸ் கிட்ட கேட்குறது அதுதான், படம் பிடிச்சிருக்கு பிடிக்கலன்னு நீங்கள் திரைக்கு போய் நீங்கள் பார்த்து நீங்கள் முடிவு பண்ணுங்க. இது இங்கே இருக்கிற எல்லாருடைய ஒரு அழகான ஒரு கனவு. அந்த கனவை நீங்கள் தான் நிறைவேற்றணும். போய் திரைக்கு போய் பாருங்கள். அண்ட் உங்களோட ஆசம்சங்கள் இன்றைக்கும் எங்கள் கூட இருக்கு.